സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ പ്ലോട്ട് പറയാം. ഒരു കുഞ്ഞു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊല്ലാണ്. സോ അതിൻ്റെ ഒരു എന്താ പറയുക കോർട്ടിൽ അതിൻ്റെ വിചാരണയൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ നായിക ഹീറോയിൻ വന്നിട്ട് ഈ കുട്ടിയുടെ അമ്മ ആ വ്യക്തിയെ കൊല്ലുകയാണ്. സോ അതെങ്ങനെ കൊല്ലുന്നു എന്നുള്ളതൊരു ചോദ്യം. രണ്ടാമത്തേത് ഇതിനു ശേഷം ഈ അമ്മയെ ശിക്ഷിക്കുകയാണ്. സോ അമ്മയ്ക്കപ്പോൾ എന്തായാലും കോടതിയിലൊരു വക്കീലിന് ആവശ്യമുണ്ടല്ലോ. ഒന്നും ചെയ്യാതെ ചെറിയ പിക്ക് പോക്കറ്റ് കേസൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നായകൻ, പുള്ളിക്കാരൻ ഈ കേസ് ഏറ്റെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. സോ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ഇത് വിജയിക്കോ ഇല്ലേ? സോ ആ പെൺകുട്ടിയെ പുറത്ത് കൊണ്ടുവരോ ഇല്ലേ? സോ പിന്നെ ഉണ്ടാകുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഹീറോയിനെ പുറത്ത് കൊണ്ടുവരോ ഇല്ലേ? പിന്നെ ഉണ്ടാകുന്ന സംഭവം എന്തൊക്കെയാണെന്നുള്ളതാണ് യുദ്ധകാണ്ഡ എന്ന് പറയുന്ന ഒരു പാർട്ട് 2 സിനിമയിൽ പറഞ്ഞു വന്നത്. ഇതുപോലത്തെ പ്ലോട്ട് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഇമോഷണൽ അധികമായിട്ടിട്ടാൽ തന്നെ നമുക്ക് കണക്റ്റ് ആവും. സോ അത് ആൾമോസ്റ്റ് കുറച്ചൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ജസ്റ്റ് സമയമുണ്ടെങ്കിൽ മാത്രം ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നീറ്റ് പടമാണ് യുദ്ധകാണ്ഡ 2. കണ്ടവരാണെങ്കിൽ ഒപ്പീനിയൻ കമൻറ്റിൽ ലീവ് ചെയ്യുക.